ഇതാണ് അടിപൊളി ഒരു ഫിഷ് റോസ്റ്റ്. ചേരമീൻ കൊണ്ടുണ്ടാക്കിയൊരു റോസ്റ്റാണ്. അടിപൊളിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ഫിഷ് റോസ്റ്റ്. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചത് കുറച്ച് കേരമീനാണ്. അത് നന്നായി കഴുകി ഒരു പാത്രത്തിൽ വെക്കാം. ഇതിനു വേണ്ട മസാല തയ്യാറാക്കാം. അതിന് കുറച്ച് ഫിഷ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പെല്ലാ സ്ഥലത്തും പിടിക്കുന്ന രീതിയിൽ കുറച്ചും കൂടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഉപ്പ് എല്ലാ പൊടിയിലും ഒന്ന് നന്നായി മിക്സ് ആകണം. ഇനി നമുക്ക് അതിലേക്ക് മീൻ ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തണം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തു. ഇനി 1 മണിക്കൂറോ അരമണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാം. അത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ 3 സവാള, 2 തക്കാളി, 5-6 പച്ചമുളക് അത് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ടാം. കടുക് പൊട്ടി വന്നാൽ നമുക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വലിയ ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയായിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നന്നായി വെന്ത് വന്നാൽ നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 തക്കാളി എടുത്തത്, ചെറിയ തക്കാളി ആയിരുന്നു. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് പച്ചമുളക് ഇട്ടെടുക്കാം. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് നന്നായി വെന്ത് വന്നാൽ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സവാളയിൽ നന്നായി ഇഞ്ചി പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽ മുളകിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇതിട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സവാളയിൽ ഈ മസാലയൊക്കെ നന്നായി മിക്സ് ആകുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒന്ന് ഈ സവാളയൊക്കെ നന്നായി മിക്സ് ആയാൽ നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. അതിലേക്ക് മാറ്റി വെച്ച മീനിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ എല്ലാ മീൻ കഷ്ണവും ഒന്നിച്ച് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് പൊരിച്ചെടുക്കുക ചെയ്തത്. ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും വെളിച്ചെണ്ണ എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം മീനിൻ്റെ പൊസിഷൻസ്. ഇപ്പോൾ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റാം.
എല്ലാ മീനും നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതെല്ലാം മാറ്റി വെച്ചു. ഇനി ഇതും കൂടി ഉള്ളൂ. ഇതും കൂടി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് ഫിഷ് റോസ്റ്റിന് വേണ്ട മീൻ ഫ്രൈ. ഇതുപയോഗിച്ച് നമുക്കിനി ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനു മുമ്പ് നമുക്ക് സവാള ഒന്ന് വെന്തോ നോക്കാം. സവാള വെന്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് നന്നായി ഒന്ന് മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ നന്നായി ഫിഷുമായി മിക്സ് ആവണം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മീനിലും സവാളയിലും ഒക്കെ നന്നായി ഈ കുരുമുളക് പൊടി ഒന്ന് പിടിച്ചു കിട്ടണം. നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടിയുടെ. ഇപ്പോൾ നമ്മുടെ ഫിഷ് റോസ്റ്റ് റെഡിയായി. നമുക്ക് റൈസിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.